അപ്പോൾ ഇതിനകത്ത് രാജീവ് എന്തുകൊണ്ട് ഇതിങ്ങനെ പറയാൻ തയ്യാറായി നോക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെയുള്ള നേതാക്കളെ നോക്കാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് അഖിലേന്ത്യാ സെക്രട്ടറിയെ പോലും ആരും ഓർക്കുന്നത് പോലും ഇല്ല ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ, അത് മലയാളിയായിട്ട് പോലും. പിന്നെ പി രാജീവ്, കെ എൻ ബാലഗോപാൽ, എം സ്വരാജ് തുടങ്ങിയിട്ട് അതിൽ ഐസക്ക്, ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാരെ നോക്കുക. ഈ ഏതെങ്കിലും ഒരു നേതാവിന് ഇന്ന് പിണറായിയെ റീപ്ലേസ് ചെയ്ത് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമാണത്. കാരണം അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇത് ഒരു പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയാണ്. ആ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി ഈ റിവ്യൂ റിപ്പോർട്ടിനകത്തോ അതല്ലെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിലോ എങ്ങും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് പാർട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടൊന്നുമല്ല CPM അല്ലെങ്കിൽ LDF ഇവിടെ പരാജയം ഏറ്റുവാങ്ങുന്നത്. പക്ഷേ ഈ പരാജയം സാധാരണ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം പോലെയല്ല, മറിച്ച് ഇത് പാർട്ടി ഒരു പ്രതിസന്ധി നേടുകയാണ്. അതിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. ആ അടിത്തറ ഇളക്കിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു ആത്മാർത്ഥതയും ആ ഒരു സത്യസന്ധതയും അതാണിപ്പോൾ പ്രകടിപ്പിക്കേണ്ടത്. ഉദാഹരണത്തിന് ഈ പാർട്ടിയിൽ ഇപ്പോൾ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ള എന്താണ്? ആശയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതല്ല നേതാക്കന്മാർ. ഉദാഹരണത്തിന് നമുക്കറിയാം എന്തുകൊണ്ടാണ് CPM-ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഇത്രയും വലിയൊരു പിന്തുണ കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ദേശീയ പ്രസ്ഥാനത്തിൽ ഊതി കാച്ചിയെടുത്ത നേതാക്കന്മാരുടെ അവരുടെ വ്യക്തിപ്രഭാവവും അവരുടെ ആ ഒരു യാതൊരുവിധമായിട്ടുള്ള സ്വാർത്ഥതയും ഇല്ലാത്ത പ്രവർത്തനത്തിൻ്റെ ആ ഒരു പ്രതിഭയും കണ്ടിട്ടാണ് ജനങ്ങൾ അവർ പറഞ്ഞ് അവരുടെ പിന്നാലെ വന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്കെടുത്ത് നോക്കിയാൽ കാണാവുന്നത്. എന്നാൽ ഇന്നത്തുള്ള ഏത് നേതാവിനെ എടുത്ത് നോക്കുക, ഇന്ന് നമ്മളൊരു SFI നേതാവ്, നമ്മുടെ ഏറ്റവും യുവാവായ SFI നേതാവ്, ആ SFI നേതാവിൽ നിന്ന് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ മുമ്പിൽ വെച്ച് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഗ്രേഡ് വലുതായിട്ട് 82 വയസ്സായ പിണറായി വിജയൻ ED-യുടെ റെയ്ഡ് നടന്നതിന് ശേഷം അവിടെ നിന്നവരോട് അഭിസംബോധന പറഞ്ഞില്ലേ, നമുക്കിതാണ് നമ്മുടെ കരുത്ത്, ഇതേപോലെ നമുക്ക് ഒത്തു മുന്നേറാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 20 വയസ്സുകാരനും അല്ലെങ്കിൽ ഒരു SFI-ക്കാരനും ഒരു 82 വയസ്സുകാരനും ഒരേപോലെ ചിന്തിക്കുന്ന അവസ്ഥയാണെന്ന് CPM നേരിടുന്നത്. ഇത് പ്രതിസന്ധിയല്ലേ? എന്താണ് ആ പാർട്ടിയുടെ വളർച്ച? എങ്ങനെയാണ് ആ പാർട്ടി നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നത്? 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനയാണല്ലോ ഈ പാർട്ടി എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ രഹസ്യവും അതായത് സീക്രസിയും കമ്പാർട്ട്മെന്റലൈസേഷനുമായിരുന്നു ലോകത്ത് നയിച്ചിരുന്നത്. Big TV